പത്തനംതിട്ട അടൂർ മണക്കാലയിൽ SFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ 5 പേർക്കാണ് മർദ്ദനമേറ്റത്. കടമ്പനാട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. സംഘർഷത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നും ആരോപണമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, എന്താണ് സംഭവം? ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് അടൂർ മണക്കാലയിൽ SFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ ഒരു സംഭവം ഉണ്ടായത്. കടമ്പനാട് ഒരു സ്കൂളിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു. അതിനെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വെല്ലുവിളികളൊക്കെ നടന്നിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി SFI പ്രാദേശിക നേതൃത്വം മണക്കാലയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടെ കാറിലെത്തിയ ഒരു സംഘം ഈ SFI പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനം ഏറ്റത് 5 പേർക്കാണ്. ഈ 5 പേരും അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ 3 പേർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അടൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അടൂർ പോലീസ് ഈ 3 പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സംഭവവുമായി, ആക്രമണവുമായി ഡിവൈഎഫ്ഐക്ക് ബന്ധമില്ല എന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കത്തിൽ ഒരു കുട്ടിയുടെ സഹോദരൻ ഇടപെട്ടിരുന്നു. അങ്ങനെ 2 കൂട്ടർ തമ്മിൽ അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയും മണക്കാലയിൽ വെച്ച് കാറിലെത്തിയ സംഘം അവരുടെ കയ്യിൽ ആയുധം ഉണ്ട് എന്നും പറയുന്നുണ്ട്. ആയുധവുമായി ആക്രമിക്കുകയായിരുന്നു. ഇതിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവർ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ്.